ആദ്യത്തെ സെയിൽസ് എങ്ങനെയാ ചെയ്തത്? അത് ഞാൻ തന്നെ. കാരണം അന്ന് റെപ്രസെന്റേറ്റീവിനെ വെക്കാനുള്ള പൈസയൊന്നും ഇല്ല. കസ്റ്റമർ എന്ന് വെച്ച് കഴിഞ്ഞാലേ ഇതിന് അറിയാലോ, അതായത് സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാൽ അത് റെഫ്രിജറേറ്ററിന് വേണ്ടിയിട്ടാണ്. ആ കാലത്ത് റെഫ്രിജറേറ്റർ മാത്രമേ ഉള്ളൂ, ഫ്രിഡ്ജ് നമ്മൾ ഷോർട്ടായിട്ട് പറഞ്ഞ. അപ്പോൾ ഇത് തുടങ്ങിയിട്ട് എത്ര വർഷങ്ങൾക്കുള്ളിൽ അത്യാവശ്യം സ്വയം പൈസ ബിസിനസ്സിൽ നിന്ന് എടുക്കാനും സെറ്റ് ആകാനും പറ്റി? അത് അധികം വൈകാതെ തന്നെ കുറച്ച് എടുത്ത് തുടങ്ങിയിരുന്നു. എന്നാലും ഒരു എന്താ പറയാ, റിച്ച് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്താനത്. കാരണം ഞാൻ ചോദിക്കുന്ന ഒന്നുമല്ല, ബിസിനസ് തുടങ്ങുന്ന പല യങ്സ്റ്റേഴ്സിന്റെ ആഗ്രഹം നന്നാകണം എന്നുള്ളതാണ്. ഒരു ബേസിക് സാലറിന്റെ പോലെ എത്തണം എന്നുള്ളതിനേക്കാൾ ഉപരി അതിനേക്കാൾ ഒരുപാട് നന്നാകണം, റിച്ച് ആകണം, എഫ്ലുവന്റ് ആകണം എന്നുള്ള ഒരു സ്വപ്നം പലരും കാണുന്നുണ്ട്. അപ്പൊ അതിലേക്ക് എത്താൻ, അങ്ങനെ ഒരു സ്റ്റേറ്റസിലേക്ക് എത്താൻ എത്ര വർഷം എടുത്തു? എൻ്റെ ഒരു ഫിലോസഫി അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടില്ലേ, ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നതൊക്കെ ഒരു ത്രില്ലിനാണ്, ഒരു കിക്കാണ്. അതായത് നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, ഡിസൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ജനം അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഞാൻ പറഞ്ഞ വില കൊടുത്ത് അവർ വാങ്ങിക്കുന്നു, ഞാൻ വില കുറച്ച് കൂട്ടി വയ്ക്കുന്നു, എന്നിട്ട് അവർ വാങ്ങിക്കുന്നു, പിന്നെ എൻ്റെ പരസ്യങ്ങൾ അങ്ങനെ അതൊരു ഞാൻ പറയും എല്ലാം ഒരു കോമ്പിനേഷനാണ് സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ ഒരു ഫാക്ടർ മാത്രമല്ല. മാർക്കറ്റിംഗ് ഉഷാറായിരിക്കണം, അത് ഫിനാൻസും സ്ട്രോങ് ആയിരിക്കണം, പ്രോഡക്റ്റ് അതിഗംഭീരമായിരിക്കണം, ക്വാളിറ്റി ഉണ്ടായിരിക്കണം, ആഫ്റ്റർ സെയിൽ സർവീസ്, അല്ലെങ്കിൽ പിന്നെ കസ്റ്റമർ എന്ന് വെച്ചാൽ നമ്മളധികം ഡിസ്ട്രിബ്യൂട്ടർ നേരത്തെ പറഞ്ഞല്ലേ, ഈ ഡീലർമാരായിട്ടാണ്. അപ്പോൾ കസ്റ്റമർ റിലേഷൻ അതൊക്കെ ഇൻടാക്റ്റ് ആയിരിക്കണം. ഈ പൊതുവെ മാനുഫാക്ചറിങ്ങും പ്രൊഡക്ട്സും അത് ഇവഞ്ച്വലി കസ്റ്റമേഴ്സിലേക്ക് വിൽക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി പോകുമ്പോൾ അവിടെ കുറേ ടാക്ടിക്സ് ഒക്കെ പ്ലേ ചെയ്താൽ അവരുടെ കമ്മീഷൻ വെച്ചിട്ടോ സ്കീംസ് വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തമായ ആദ്യകാലങ്ങളിൽ സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു ആനുകൂല്യം ചെയ്തിട്ടില്ല. ശരി, ഇല്ല. അതായത് ഞാൻ ഇപ്പം എൻ്റെ കാഴ്ചപ്പാട് മുഴുവനും എൻ്റെ യൂസർ കസ്റ്റമറെ ഹാപ്പിയാക്കി നിർത്തുക എന്നുള്ളതായിരുന്നു. കസ്റ്റമർ ഇങ്ങോട്ട് വന്ന് ചോദിക്കണം, ഇവരെ കടകളിൽ വന്ന് ചോദിക്കണം, അതിനായിരുന്നു ശ്രമം മുഴുവൻ. അപ്പൊ ഇന്ന് തുടങ്ങുമായിരുന്നെങ്കിൽ ഒരു D2C ബ്രാൻഡായി നേരിട്ട് മാർക്കറ്റ് ചെയ്ത് നേരിട്ട് കസ്റ്റമേഴ്സ് നമ്മളെ അടുത്ത് നിന്ന് വാങ്ങി നേരിട്ട് അവർക്ക് പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുന്ന ആ ഒരു മോഡല് ഫോളോ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അതായത് നമ്മൾ ഏത് കാര്യങ്ങളും ആ പ്രോഡക്റ്റിനെ ആശ്രയിച്ചിരിക്കും. ഞങ്ങളുടെ ഐറ്റം ശരിക്കും ആക്ച്വലി സ്റ്റെബിലൈസർ വലിയൊരു സംഭവം എന്നല്ല, അതായത് വിദേശത്ത് അത് ഇല്ലതാനും അറിയാലോ. അപ്പോൾ ഇതൊരു റെഫ്രിജറേറ്ററിൻ്റെ കൂടെ പോണ ഐറ്റമാണ്. അത് തന്നെയല്ല, ഞാൻ തുടങ്ങുന്ന സമയത്ത് കേരളത്തിൽ റെഫ്രിജറേറ്റർ മാത്രമേ ഉള്ളൂ. അപൂർവം ചില ഓഫീസ് കെട്ടിടങ്ങളിൽ മാത്രം എയർ കണ്ടീഷനിങ് ഉണ്ട്, അപൂർവം. ടി വി വന്നത് 85-ലാണ്. കേരളത്തിൽ ടി വി വന്നത് 82-85-ലാണ്. ആദ്യം ട്രിവാൻഡ്രത്താണ് ഒരു മറ്റേ റിലേ സ്റ്റേഷൻ വരുന്നത്. അത് ആ കൂടി ഒരു ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ അത് കൊച്ചിയിലേക്ക് വന്നു. കൊച്ചിയിൽ വന്നപ്പോൾ 85 മറ്റായി, അപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നിറയെ ഗ്രെയിൻസ് ചാട്ടം ഒക്കെ ആയിരുന്നു. എനിവേ, അപ്പോൾ അതിനും ഈ സ്റ്റെബിലൈസർ വേണം, കാരണം അല്ലെങ്കിൽ ടി വി കേടാവണോ പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു ഗുണം കിട്ടി കേട്ടോ നമുക്ക് മാർക്കറ്റ് ഡബിൾ ചെയ്യാനായിട്ട്. സ്റ്റെബിലൈസർ റെഫ്രിജറേറ്ററിന് മാത്രമല്ല ടിവിക്ക് വന്നു. പിന്നെ ഒരു ഗൾഫ് ബൂം ഉണ്ടായിരുന്നു 80s 90s പീരീഡിൽ ഉള്ള ഗൾഫ് ബൂം. അങ്ങനെ വന്നപ്പോൾ വീടുകളിലൊക്കെ ധാരാളം ഫ്രിഡ്ജ് വാങ്ങിക്കലും ടി വി വാങ്ങിക്കലൊക്കെ സർവ്വസാധാരണമായി. കാരണം ഗൾഫിൽ നിന്ന് സാധനം കൊണ്ടുവന്നതാണോ അതോ പൈസ കൊണ്ടുവന്നവരും ഇങ്ങോട്ട് കാശ് അയക്കുന്നവരും കൂടി. അപ്പൊ അതും ബിസിനസ്സിന് കാര്യമായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.